എന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക്. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് മലയാളത്തിൽ അർത്ഥം. രണ്ട് രീതിയിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് ശൈലിയും മുസ്ഹഫിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുസ്ഹഫിൽ ഇങ്ങനെ ചില അക്ഷരങ്ങളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ ചില എഴുത്തിന്റെ രീതികളിലൊക്കെ വ്യത്യാസം വരുമ്പോൾ അതങ്ങനെ യാദൃശികമായിട്ട് സംഭവിച്ചു പോകുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെന്തുണ്ട്, പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ നമുക്ക് ഈ വാക്കൊന്ന് എടുത്തു നോക്കാം. എന്താണ് വ്യത്യാസം? ആദ്യത്തേത് ഹംസയ്ക്ക് ശേഷം വന്നിരിക്കുന്നത് അലിഫാണ്, അതായത് അലിഫ് മംദൂദ എന്നാണ് ഇതിനെ പറയുക. രണ്ടാമത്തേത് ഹംസയ്ക്ക് ശേഷം വന്നിരിക്കുന്നത് ഒരു യാ ഷേപ്പാണ്, അതായത് അലിഫ് മക്സൂറ എന്നാണ് ഇതിനെ പറയുക. ആദ്യത്തേത് ഖുർആനിൽ മുസ്ഹഫിൽ 11ഓളം സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഖുർആനിൽ ഉള്ളത്. ആദ്യത്തേത് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത്, ആദ്യത്തേത് അതായത് ഈ ഒരു രീതിയിലുള്ള എഴുത്തിന് ഇതിന്റെ ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണുകൾ കൊണ്ട്, അതായത് ഒരു പരിമിതമായ കാഴ്ചയാണ് ഈ റഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് സൂറത്തുൽ അൻആമിൽ 76 മുതലുള്ള ആയത്തുകളൊന്ന് ഓതി നോക്കുക. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു സംഭവം അള്ളാഹു വിവരിക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം നക്ഷത്രത്തെ കണ്ടപ്പോൾ ഈ ഒരു രീതിയാണ് അവിടെ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നക്ഷത്രത്തെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ ദൈവം, പിന്നീട് അത് അസ്തമിച്ചപ്പോൾ ഇതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന സംഭവം. അതിന്റെ നെക്സ്റ്റ് ആയത്തിൽ റഅൽ ഖമറ, മൂന്നാമത്തേത് റഅശംസ. ഇതൊക്കെ എന്താണ്, ഈ ഒരു വാക്കാണ് സ്വീകരിച്ചിരിക്കുന്നത്. സൂറത്തുൽ കഹ്ഫില് റഅൽ മുജ്രിമൂനന്നാറ, അതായത് കുറ്റവാളികൾ നരകത്തെ നേരിട്ട് കാണുന്ന ഒരു സന്ദർഭത്തെ വിവരിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് കാണാം റഅ ഈ ഒരു രീതിയാണ് സ്വീകരിച്ചത്. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ടുള്ള ഒരു കാഴ്ചയാണ് അവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ റഅ എന്നുള്ളത് ഈ അലിഫ് മംദൂദ ഇട്ട് എഴുതിയിരിക്കുക 2 സ്ഥലങ്ങളിലേ ഉള്ളൂ. സൂറത്തുൻ നജ്മിലാണ് രണ്ടും വന്നിരിക്കുന്നത്. അതായത് മിഅ്റാജ് വേളയിൽ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട കാഴ്ചകളെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വെറുതെ ഉള്ള ഒരു കണ്ണിന്റെ കാഴ്ച മാത്രമല്ല, ഹൃദയം കൊണ്ടുള്ള ഒരു ഉൾക്കാഴ്ച കൂടി അതിലുണ്ട് എന്നതാണ് മുഫസ്സിറുകളുടെ വിശദീകരണം.